കൊച്ചിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ ടാൽറോപ്പ് കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകാനൊരുങ്ങി ജീവനക്കാരും നിക്ഷേപകരും. 300ഓളം നിക്ഷേപകരാണ് കമ്പനിക്കുള്ളത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് നിക്ഷേപകർ ആരോപിച്ചു. എറണാകുളം തൃക്കാക്കരയിൽ പ്രവർത്തിച്ചിരുന്ന ടാൽഡ്രോപ്പ് കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ EDയെയും NIAയെയും സമീപിക്കാനൊരുങ്ങുകയാണ് ജീവനക്കാരും നിക്ഷേപകരും. 300ഓളം നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയാണ് ടാൽഡ്രോപ്പ് കമ്പനി കൈക്കലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ടാൽഡ്രോപ്പിന് കീഴിൽ 20ഓളം ഷെൽ കമ്പനികളുണ്ടെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. ഇതിൽ ടെക്കി പാർക്ക് എന്ന കമ്പനിയുടെ പേരിലാണ് പല നിക്ഷേപങ്ങളും നടന്നിട്ടുള്ളത്. വെറും 10 ലക്ഷം രൂപ മാത്രമാണ് ടാൽഡ്രോപ്പ് കമ്പനിയുടെ ക്യാപിറ്റലായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകളൊന്നും കൃത്യമല്ലെന്നും നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നു. ഇവർക്ക് പേഴ്സണലായിട്ട് കുറച്ച് 3-6 പ്രോപ്പർട്ടി മേടിക്കാനും ഇയാൾക്ക് ഡിഫൻഡർ കാർ മേടിക്കാനും ഒക്കെ പൈസ കിട്ടുന്നതും എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതും ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചിട്ടാണ്. ദുബായിൽ ഇവർ ഷോ നടത്തുന്നു, 10 മാസത്തെ ആനിവേഴ്സറിക്ക് ഇവർ ഷോ നടത്തുന്നു. ഈ ഷോസ് ഒക്കെ നടക്കുന്ന സമയത്തും അവർ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വീണ്ടും ഇപ്പോൾ കാരേക്കാടൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങുന്നു. ഇത് തുടങ്ങാൻ നേരത്തും ഇതിൻ്റെയും പുറകിലും അന്വേഷണം വരണം. ഈ കാരണം കുറേ ഇൻവെസ്റ്റേഴ്സിന് മുമ്പോട്ട് വരാം. എൻ്റെ കയ്യിലൊരു 150ഓളം ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് റെഡിയാണ് ഇത് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർ കൊടുത്ത വൈറ്റ് മണിയാണ്. ചില ഇൻവെസ്റ്റേഴ്സ് ബ്ലാക്ക് മണി കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനകത്തോട്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ല, ലീഗലായിട്ടുള്ള പ്രശ്നം കാരണം. മനസ്സിലായോ? ടാൽഡ്രോപ്പിന്റെ നിക്ഷേപകരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. അവർക്കൊന്നും തന്നെ പണം തിരികെ ലഭിച്ചിട്ടില്ല. എന്നാൽ നിക്ഷേപകരിൽ പലരും കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകാമെന്നാണ് ഒരു വിഭാഗം നിക്ഷേപകർ പറയുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്നും അവർ ആരോപിക്കുന്നു. നിലവിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പബ്ലിക് അല്ലാത്ത ഡോക്യുമെന്റ്സ് ഉണ്ട്. അതും കൂടെ വെച്ചിട്ട് ഇവരുടെ സോഴ്സ് ഇവർ കാണിക്കണം, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് കാണിക്കണം. അത് നമ്മൾ NIAയ്ക്കും EDക്കും ഇന്ന് പരാതി പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ബാക്കി അവരുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവട്ടെ. 6 മുതൽ 11 മാസം വരെ ശമ്പളം ലഭിക്കാത്തവരാണ് ഇവിടുത്തെ ജീവനക്കാർ. ചില മാസങ്ങളിൽ മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കിയാണ് ഉടമകൾ കുറച്ച് ശമ്പളം നൽകിയിരുന്നത്. കമ്പനി നിർത്തുന്നു എന്ന അറിയിപ്പ് ലഭിച്ചതോടെയാണ് ജീവനക്കാരിൽ പലരും പരാതിയുമായി മുന്നോട്ട് വന്നത്. എറണാകുളത്ത് തൃക്കാക്കരയിലും തൃശൂരും ടാൽഡ്രോപ്പ് കമ്പനിക്കെതിരെ പോലീസിൽ പരാതികളുണ്ട്. കമ്പനിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടക്കം നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.